നമ്മുടെ SVIPയുടെ പ്രിലിമിനറി നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് റീസണിങ്ങിൻ്റെ ഒരു പ്രീവിയസ് പേപ്പർ ചെയ്യാം. ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റനാണ്, നമുക്ക് വായിച്ച് നോക്കാം. 6 boxes ABCDE and F of different colors, that is orange, red, black, yellow, pink and white are placed one above another but not necessary in same order. അതായത് 6 പെട്ടികളുണ്ട്. 6 പെട്ടിക്ക് ഓരോ കളറുണ്ട്. ഇത് റാൻഡമായിട്ട് അടുക്കി വെച്ചേക്കുക. നമുക്ക് കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബോക്സ് C ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് അബോവ് ദ ഓറഞ്ച് കളർ ബോക്സ്. ഓറഞ്ച് കളർ ബോക്സിൻ്റെ തൊട്ട് മുകളിലാണ് C ഇരിക്കുന്നത്. 1 box is placed between A and orange കളർ ബോക്സ്. ഓറഞ്ച് കളർ ബോക്സിനും എക്കും ഇടയ്ക്ക് ഒരു ബോക്സ് ഉണ്ട്. 3 boxes are placed between A and പിങ്ക് കളർ ബോക്സ്. എക്കും പിങ്ക് കളർ ബോക്സിനും ഇടയ്ക്ക് 3 ബോക്സ് ഉണ്ട്. 2 boxes are placed between D and E. ഡിക്കും ഇക്കും ഇടയ്ക്ക് 2 ബോക്സ് ഉണ്ട്. റെഡ് കളർ ബോക്സ് ഇസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിലോ എ. എയുടെ തൊട്ട് താഴെയാണ് റെഡ് കളർ ബോക്സ് വെച്ചേക്കുന്നത്. ദെയർ ആർ as many boxes placed above റെഡ് കളർ ബോക്സ് as below E. അതായത് റെഡ് ബോക്സിൻ്റെ മേളിൽ എത്ര ബോക്സ് ഉണ്ടോ അത്രയും ബോക്സ് ഇയുടെ താഴെ ഉണ്ടാവും. അതായത് റെഡിൻ്റെ മേളിൽ എത്ര ബോക്സ് ഉണ്ടോ അത്രയും തന്നെ ഇയുടെ താഴെ ഉണ്ടാവും. ഇനി എന്താണ്? E ഈസ് നോട്ട് ഓറഞ്ച് കളർ ബോക്സ്. E എന്ന് പറയുന്നത് എന്തല്ല? ഓറഞ്ച് അല്ല. ഓറഞ്ച് E അല്ല. ബ്ലാക്ക് കളർ ബോക്സ് ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് അബോവ് യെല്ലോ. യെല്ലോ കളർ ബോക്സിൻ്റെ തൊട്ട് മേളിലാണ് എന്തിരിക്കുന്നത്? ബ്ലാക്ക് കളർ ബോക്സ് ഇരിക്കുന്നത്. F ഈസ് പ്ലേസ്ഡ് എബോവ് ബി. ബിയുടെ മുകളിലാണ് F ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിൻഡ് തന്നേക്കുന്നത്. ഇനി നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് തുടങ്ങാം. അറേഞ്ച്മെൻറ്റ് ചെയ്ത് തുടങ്ങാൻ നേരത്ത് നമുക്ക് എവിടെയാണോ കൂടുതൽ കാര്യങ്ങൾ തന്നിട്ടുള്ളത് അതുപോലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ അത് നോക്കിയിട്ട് വേണം നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തുടങ്ങാൻ. ഇവിടെ നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് ഈ ഹിൻഡ് വെച്ചിട്ടാണ്. ഇവിടെ നോക്കി, ഓറഞ്ചിൻ്റെ മുകളിൽ C ഉണ്ട്. ഓറഞ്ച് കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ട് എ കഴിഞ്ഞ് 3 കഴിഞ്ഞ് പിങ്ക്, എയുടെ അടി റെഡ് ഉണ്ട്. റെഡിൻ്റെ മുകളിൽ എത്ര പേരുണ്ടോ അത്രയും തന്നെ ഇയുടെ താഴെയുണ്ട്. E കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് D. ഇത്രയും കാര്യങ്ങൾ നോക്കി ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കി, നമ്മുടെ C ഇവിടെ, സിയുടെ തൊട്ട് താഴെ ഓറഞ്ച്. ഇനി ഓറഞ്ച് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ടാണ് എ. അപ്പോൾ ഈ എ മേളിലാണോ താഴെയാണോ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ ആദ്യം നമുക്ക് മേളിലെടുക്കാം. ഓറഞ്ച് കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ട് എ ഇവിടെ ഇട്ടു. അപ്പോൾ ഇത് ചെയ്തിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ എടുക്കാമല്ലോ. ഇനി എയുടെ അടിയിൽ റെഡ് ഉണ്ട്. എയുടെ അടിയിൽ റെഡ്. ഇനി എ കഴിഞ്ഞ് 3 കഴിഞ്ഞിട്ടാണ് പിങ്ക്. അപ്പോൾ ഈ പിങ്ക് മേളിലാണോ താഴെയാണോ നമുക്കറിയത്തില്ല. മേളിലാണെങ്കിൽ എ കഴിഞ്ഞ് 1 2 3 കഴിഞ്ഞ് പിങ്ക്. ഇപ്പോൾ നോക്കി, അപ്പോൾ 6 പേരെ നമ്മുടെ ബോക്സസിനകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എത്ര പേരായി? 3 3 6 7 ബോക്സായി. അപ്പോൾ നമുക്ക് മനസ്സിലായി പിങ്ക് മേളിലല്ല. അപ്പോൾ എ കഴിഞ്ഞ് 3 കഴിഞ്ഞ് പിങ്ക് താഴെ. എ ഇവിടെ 1 2 3 കഴിഞ്ഞിട്ട് പിങ്ക് ഇവിടെ. ഇപ്പോൾ എത്ര പേരായി? 1 2 3 4 5 പേരായി. മൊത്തം 6 പേരല്ലേ ഉള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ ഒരാൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ താഴെ ആയിരിക്കും. നമുക്ക് ആദ്യം മേളിൽ നമുക്ക് നോക്കാം. മേളിൽ ഇട്ടിട്ട് നമുക്ക് തെറ്റുവാണെങ്കിൽ താഴത്തേക്ക് വരാം. നോക്കി, ഇനി എന്താ നമുക്ക് ഇടാനുള്ളത്? റെഡ് ഇവിടെ ഉണ്ട്. റെഡിൻ്റെ മേളിൽ എത്ര പേരുണ്ടോ അത്ര തന്നെ ഈടെ താഴെ ഉണ്ടാവും. നോക്കി, റെഡിൻ്റെ മേളിൽ എത്ര പേരാ? 2 പേരാ. അപ്പോൾ ഈടെ താഴെ 2 പേരെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഇവിടെ, പക്ഷേ ഈ ഓറഞ്ച് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ വരത്തില്ല. അപ്പോൾ ലാസ്റ്റത്തെ ആൾ ഇവിടെയല്ല, ലാസ്റ്റത്തെ ആൾ ഇവിടെ ആയിരിക്കും. ഇനി നോക്കി, റെഡിൻ്റെ മേളിൽ ഒരാൾ, അപ്പോൾ ഈടെ താഴെ ഒരാൾ, ഈ ഇവിടെ. ഇനി നോക്കി, ഈക്കും ഡിക്കും ഇടയ്ക്ക് 2 പേരാ. അപ്പോൾ ഈക്കും ഡിക്കും ഇടയ്ക്ക് 2 പേര്. ഈ കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ട് ഡി ഇവിടെ ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ, കാരണം സി ഇവിടെ കിടക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഇവിടെയല്ല. അപ്പോൾ ലാസ്റ്റത്തെ ആളും ഇവിടെയല്ല. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എ മേളിലല്ല വരുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്തത്? എനെ ഓറഞ്ചിൻ്റെ മേളിലിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുക ചെയ്തേ, അതൊന്നും റെഡി ആയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എ ഇവിടെയല്ല. അപ്പോൾ എ ഇവിടെ ഇല്ലെങ്കിൽ എ വഴി വന്ന ഈ റെഡും ഇവിടെ ആയിരിക്കത്തില്ല, അതുപോലെ ഈ പിങ്ക് ഇവിടെ ആയിരിക്കത്തില്ല. ഇനി നോക്കി, ഓറഞ്ച് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ടാണ് എ. അപ്പോൾ ഓറഞ്ച് കഴിഞ്ഞ് 1 കഴിഞ്ഞ് എ ഇവിടെ, ഇത് ഓക്കെയാണ്. ഇനി നോക്കി, എ കഴിഞ്ഞിട്ട് എയുടെ തൊട്ട് താഴെ റെഡ്. അപ്പോൾ എയുടെ തൊട്ട് താഴെ റെഡ്. ഇപ്പോൾ എത്ര പേരായി? 1 2 3 4 5 6 പേരായി. ഓക്കെ. ഇനി എന്താ നമുക്ക് തന്നേക്കുന്നത്? എ കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് പിങ്ക്. എ കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് പിങ്ക്. ഇനി എന്താണ്? റെഡിൻ്റെ മേളിൽ എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെ ഈയുടെ താഴെ ഉണ്ടാവും. റെഡിൻ്റെ മേളിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അപ്പോൾ ഈയുടെ താഴെ 5 പേര് വേണം. അപ്പോൾ നോക്കി, 3 2 5. ഈ എവിടെയാണ്? ഇവിടെ. ഓക്കെ അല്ലേ? ഇനി നോക്കി, ഇക്കും ഡിക്കും ഇടയ്ക്ക് 2 പേരാണ്. അപ്പോൾ ഇക്ക്
ഡിക്ക് ഇടയ്ക്ക് 2 പേര്, ഇ കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ട് ഡി, അതും ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനി എന്താണ്, യെല്ലോയുടെ തൊട്ട് മേളിൽ ബ്ലാക്ക്, ബിയുടെ മുകളിൽ എവിടെയാണ് എഫ്. അപ്പോൾ നോക്കി, നമുക്കിവിടെ പേരുകളിൽ 2 ഗ്യാപ്പുണ്ട്, എഫ് മേളിൽ ബി താഴെ, യെല്ലോയുടെ തൊട്ട് മേളിൽ ബ്ലാക്ക്. അപ്പോൾ യെല്ലോ ഇവിടെ, ബ്ലാക്ക് ഇവിടെ. ഇനി ഏത് കളർ ഇടാൻ ബാക്കിയുള്ളത്? ഓറഞ്ച്, റെഡ്, ബ്ലാക്ക്, യെല്ലോ, പിങ്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഇവിടെ വൈറ്റ്. ഇതാണ് നമ്മുടെ പസിൽ. ക്ലിയർ ആയല്ലോ? നമ്മളതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ? നമ്മുടെ പസിലായതിൻ്റെ മര്യാദയ്ക്ക് വായിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡയറക്റ്റ് തന്നെ ചെയ്തു പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഹിൻ്റ് എഴുതുക. ഹിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹിൻറ്റുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അതിൽ ഇൻഫർമേഷൻ എവിടെയാണോ കൂടുതലുള്ളത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് എവിടെയാണോ തുടങ്ങേണ്ടത് ആ ഹിൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഹിൻറ്റിൽ നിന്ന് തുടങ്ങുക, ലിങ്ക് ചെയ്ത് പോവുക. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോക്സ് ആർ പ്ലേസ്ഡ് എബോവ് എഫ്. എഫിൻ്റെ മേളിൽ എത്ര ബോക്സ് ഉണ്ടെന്നാണ്. എത്ര ബോക്സ് ഉണ്ട്? 2 ബോക്സ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊസിഷൻ റെഡ് കളർ ബോക്സ് ഇസ് പ്ലേസ്ഡ്. റെഡ് എവിടെയാണെന്ന് വെച്ചേക്കുന്നത്? റെഡ് എവിടെയാണ്? റെഡ് ഏറ്റവും താഴെയാണ്. ഓക്കെ, ഫസ്റ്റ് ഫ്രം ബോട്ടം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോക്സസ് യെല്ലോ കളേർഡ്. യെല്ലോ കളർ ഏത് ബോക്സാണെന്ന് വെച്ചേക്കുന്നത്? ഏതാണ്? എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ആൻസർ. ഇനി നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് കളർ ബോക്സ് എഫ് ഹാസ്. എഫ് ഏത് കളറാണെന്ന് ചോദിച്ചേക്കുന്നത്? എഫ് ഏതാണ്? ഓറഞ്ചാണ്. ഓപ്ഷൻ എ. നോക്കി, 4 ഓഫ് ദ ഫോളോയിങ് 5 ആർ എലൈക്ക് ഇൻ സർട്ടൻ വേ ബേസ്ഡ് ഫോം എ ഗ്രൂപ്പ്. ഫൈൻഡ് ദ വൺ വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. നമുക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഈ ഒരു റിലേഷനിൽ പെടാത്തതാണെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, എഫ് യെല്ലോ, എഫ് ഇവിടെ, യെല്ലോ ഇവിടെ. എഫിൻ്റെ താഴെയാണ് യെല്ലോ കിടക്കുന്നത് 1 കഴിഞ്ഞിട്ട്. ഈ ഓറഞ്ച്, ഈ കഴിഞ്ഞ 1 കഴിഞ്ഞിട്ടാണ് ഓറഞ്ച് കിടക്കുന്നത്. ബി ബ്ലാക്ക്, ബി കഴിഞ്ഞ് 1 കഴിഞ്ഞ് മേളിലാണ് ബ്ലാക്ക് കിടക്കുന്നത്. ഓക്കെ, സി റെഡ്, സി കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് റെഡ് കിടക്കുന്നത്. ഡി വൈറ്റ്, ഡി കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടാണ് വൈറ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണെന്ന് മനസ്സിലായോ? സി റെഡാണ് ഇതിനകത്ത് പെടാത്തത്. കാരണം ബാക്കി എല്ലാം തമ്മിൽ 1 ബോക്സിൻ്റെ ഗ്യാപ്പുണ്ട്. സി റെഡ് തമ്മിൽ 3 ബോക്സിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സം ഓഫ് ദ ഫോളോയിങ് ലോജിക് ടേബിൾ is coded as BUFM and price is coded as SQDTZ. ഫോളോയിങ് ദ സെയിം ലോജിക് മൈനർ വിൽ ബി കോഡഡ് as. അതായത് നമുക്ക് ടേബിളിൻ്റെ കോഡ് തന്നിട്ടുണ്ട് BUEFM, അതുപോലെ പ്രൈസിൻ്റെ കോഡ് തന്നിട്ടുണ്ട് SQDTZ. അങ്ങനെയാണെങ്കിൽ മൈനറിൻ്റെ കോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കി, ഒറ്റ നോട്ടത്തിൽ ഒന്നും തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്ത് ഇതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതിയേക്കാം. ടി എന്ന് പറഞ്ഞത് 20, എ എന്ന് പറഞ്ഞാൽ 1, ബി 2 ആണ്, എൽ 12, ഇ 5, ബി 2 ആണ്, യു 21 ആണ്, ഇ 5 ആണ്, എഫ് 6 ആണ്, എം 13 ആണ്. അതുപോലെ ഇവിടെയോ പി എന്ന് പറയുന്നത് 16, ആർ 18, എ 1, വൈ 25, എസ് 19. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ 19, ക്യൂ എന്ന് പറഞ്ഞാൽ 17, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, ടി 20, ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26. നിങ്ങൾ നോക്കി, ഇവിടെ 20 ഉണ്ട്, ഇവിടെ 21 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അതായത് ടി കഴിഞ്ഞ് യു, എ കഴിഞ്ഞ് ബി. അതുപോലെ ഇവിടെ നോക്കി, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്, ഇവിടെ 13 ഉണ്ട്. അതായത് ഇ കഴിഞ്ഞ് എഫ്, എൽ കഴിഞ്ഞ് എം. അപ്പോൾ ഇവിടെയോ ബി കഴിഞ്ഞ് സി ഡി ഇ 3 കൂട്ടുമ്പോഴാണ് നമുക്ക് ഇ കിട്ടുന്നത്. അപ്പുറം അതുപോലെ തന്നെയാണോ നോക്കി, നടുക്ക് എ 1 ആണ്, എയോടൊപ്പം 3 കൂട്ടുമ്പോൾ ഡി, എ ബി സി ഡി. കറക്റ്റാണ്. നോക്കി, പി കഴിഞ്ഞ് ക്യൂ, ആർ കഴിഞ്ഞ് എസ്, വൈ കഴിഞ്ഞ് ഇസഡ്, എസ് കഴിഞ്ഞ് ടി. അപ്പോൾ അതാണ് ലോജിക്ക്. നോക്കി, നടുക്ക് എന്നിൻ്റെ ഒപ്പം 3 കൂട്ടുക, എൻ ഒ പി ക്യൂ, ഐ കഴിഞ്ഞ് ജെ, എം കഴിഞ്ഞ് എൻ, ഒ കഴിഞ്ഞ് പി, ആർ കഴിഞ്ഞ് എസ്, ജെ എൻ ക്യൂ എസ് പി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പെയർസ് ഓഫ് ലെറ്റേഴ്സ് ആർ ദെയർ ഇൻ ദ വേർഡ് പെർസുവേഡ്, ഈച്ച് ഓഫ് വിച്ച് ഹാവ് as many letters between them in the word as they have between them in the English alphabet. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കിടക്കുന്ന അതേ ഗ്യാപ്പിൽ ഇവിടെ എത്ര പേര് ലെറ്റർ കിടക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി കഴിഞ്ഞിട്ട് ക്യൂ കഴിഞ്ഞിട്ടല്ലേ 6, അപ്പോൾ പി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ടാണ് 6. അപ്പോൾ പിക്കും 6-നും ഇടയ്ക്കും ഒരു ലെറ്ററിൻ്റെ ഗ്യാപ്പുണ്ട്. നമ്മുടെ ഈ വേർഡിലും അതുപോലെ ഒരു ലെറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഒന്നായിട്ട് കൗണ്ട് ചെയ്യുക. നോക്കി, ഇവിടെ പി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് 6 കണ്ടോ, അപ്പോൾ ഒന്നായിട്ട് കൗണ്ട് ചെയ്യാം. അതുപോലെ ഇവിടെ 6 കഴിഞ്ഞിട്ടാണ് എസ് കിടക്കുന്നത്.
നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 6 കഴിഞ്ഞിട്ടുള്ള എസ്, ഇപ്പോൾ സെയിം ഗ്യാപ്പല്ലേ ഇവിടെയും, അതും ഒന്നായിട്ട് കൗണ്ട് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലെറ്റർ എടുക്കുക, എന്നിട്ട് ഫ്രണ്ടിട്ടും പുറകിട്ടും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ പോലെ മനസ്സിൽ വായിക്കുക. അപ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൗണ്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കി, PQR 1, S അടുത്തത് TUVW, ഇനിയില്ല, അതിൽ പിയുടെ പുറകിൽ ആരുമില്ലല്ലോ, അപ്പോൾ അത് തീർന്നു. ഇനി ഇ എടുക്കുക, ഇയുടെ പുറകിട്ട് പി മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് നോക്കണ്ട. ഇ കഴിഞ്ഞ് FGHIJK, അപ്പോൾ ഇക്ക് ഒന്നുമില്ല. ഇനി 6 നോക്കി, 6 കഴിഞ്ഞ് പുറകിട്ട് നോക്കി, 6ST ആരുമില്ല, 6S എടുത്തു, 6STUVW ആരുമില്ല, അപ്പോൾ 6 കഴിഞ്ഞു. ഇനി S എടുക്കുക, S കഴിഞ്ഞ് TUV ആരുമില്ല, S കഴിഞ്ഞ് TUVW ആരുമില്ല. ഇനി U എടുത്തേ, UVWXY ആരുമില്ല. ഇനി A എടുക്കുക, ABCDE ഒരാളുണ്ട്, ഇനി വേറെ ആരുമില്ല, ABC ആരുമില്ല. ഇനി D നോക്കി, DEFGHIJ ആരുമില്ല, DE ഒരാളുണ്ട്. ഇനി E നോക്കി, EFGHIJKL ആരുമില്ല. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. ഓപ്ഷൻ E ആണ് നമ്മുടെ ആൻസർ. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നമ്മുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ചുമ്മാ വരച്ചിട്ടേക്കുക, നമ്മുടെ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കി, R is 5 meter west of Q. R എന്ന് പറയുന്നത് Qവിൻ്റെ 5 മീറ്റർ വെസ്റ്റിലാണ്. ഇനി എന്താ, P is 16 meter north of Q. Qവിൻ്റെ 16 മീറ്റർ നോർത്തിലാണ് P. ഇനി എന്താ, പോയിൻറ്റ് R is 25 meter south of point T. ടിയുടെ 25 മീറ്റർ സൗത്തിലാണ് 6 കിടക്കുന്നത്. അപ്പോൾ 6 ഇവിടെ, T കുറച്ചുകൂടെ മുകളിൽ വരും, ഇവിടെ T. ഈ ഡിസ്റ്റൻസ് 25 ആണ്, ഇവിടം വരെ 16 ആണ്, ബാക്കി എത്ര 25 ആവാൻ 9. ഓക്കെ അല്ലേ? ഇനി നോക്കി, T is 10 meter west of V. T എന്ന് പറയുന്നത് വിയുടെ 10 മീറ്റർ വെസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ 5, വീണ്ടും ഒരു 5. അപ്പോൾ വിയുടെ 10 മീറ്റർ വെസ്റ്റിലാണ് T. ഇനി നോക്കി, പോയിൻറ്റ് V is 9 meter north of J. ജെയുടെ 9 മീറ്റർ നോർത്തിലാണ് V കിടക്കുന്നത്. അപ്പോൾ V ഇവിടെ, J എവിടെ വരും? ദി ഹൈറ്റ് 9, അപ്പോൾ J ഇവിടെ, ഇത് 9. ഇനി നോക്കി, ഓക്കെ കഴിഞ്ഞു. ഇത് ക്വസ്റ്റ്യനാണ്. പോയിൻറ്റ് J ഈസ് അറ്റ് ഹൗ മച്ച് ഡിസ്റ്റൻസ് ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു P. പിയെ വെച്ച് നോക്കുമ്പോൾ J ഏത് ഡയറക്ഷനിൽ ഏത് ഡിസ്റ്റൻസിലാണെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, P ഇവിടെ, J ഇവിടെ, ഡിസ്റ്റൻസ് എത്രയാണ്? 5 അല്ലേ? 5 മീറ്റർ. J എവിടെ കിടക്കുന്നത്? P ആയിട്ട് നോക്കുമ്പോൾ ഈസ്റ്റിലല്ലേ, അപ്പോൾ 5 മീറ്റർ ഈസ്റ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് പോയിൻറ്റ് W ഈസ് വെസ്റ്റ് ഓഫ് പോയിൻറ്റ് J ആൻഡ് നോർത്ത് ഓഫ് പോയിൻറ്റ് R. അതായത് W എന്ന് പറയുന്നത് ജെയുടെ വെസ്റ്റിൽ, ആറിൻ്റെ നോർത്തിലാണെങ്കിൽ ടിയും ഡബ്ല്യു നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചേക്കുന്നത്. നോക്കി, ആറിൻ്റെ മേളിൽ ജെയുടെ ലെഫ്റ്റിൽ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡബ്ല്യു ചോദിച്ചേക്കുന്നത്. എന്താ, ടിയും ഡബ്ല്യു നമ്മുടെ ഡിസ്റ്റൻസ് ചോദിച്ചേക്കുന്നത്. ടി ഇവിടെ, ഡബ്ല്യു ഇവിടെ, ഡിസ്റ്റൻസ് എത്രയാണ്? 9 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ആർ. വി ആറിനെ വെച്ച് നോക്കുമ്പോൾ എവിടെ നടക്കുന്നതെന്ന് വെച്ചേക്കുന്നത്. നോക്കി, വി എവിടെയാണ്? ഇവിടെ. ആർ എവിടെയാണ്? ഇവിടെ. ഏതാ ഡയറക്ഷൻ? നോർത്ത്, ഈസ്റ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് വായിച്ച് നോക്കാം. 9 persons ആർ സിറ്റിംഗ് ഇൻ എ റോ. 9 പേര് ഒരു റോയിൽ ഇരിപ്പുണ്ട്. സം ഓഫ് ദം ആർ ഫേസിങ് നോർത്ത് ആൻഡ് സം ഓഫ് ആർ ഫേസിങ് സൗത്ത്. കുറച്ച് പേര് മേളിയിട്ടും കുറച്ച് പേര് താഴത്തേക്ക് നോക്കിയിരിപ്പുണ്ട്. പി സീറ്റ് സെക്കൻഡ് ഫ്രം വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്. പി ഒരു എക്സ്ട്രീം എൻഡിൽ നിന്ന് രണ്ടാമതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 എണ്ണം വരയ്ക്കാം. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9. പി സെക്കൻഡ് ഫ്രം വൺ ഓഫ് ദ എക്സ്ട്രീം എന്നല്ല പറഞ്ഞേക്കുന്നത്. ഇത് നോർത്തും സൗത്തും വിചാരിക്കുക. പി ഒരിടത്തുനിന്ന് സെക്കൻഡ്. നമുക്ക് ഇവിടെ ലെഫ്റ്റ് നിന്ന് എടുക്കാം, ഇവിടെ റൈറ്റ് നിന്ന് എടുക്കാം. 2 persons സിറ്റ് ബിറ്റ്വീൻ പി ആൻഡ് ആർ. പിക്കും ആറിനും എടുക്കുക 2 പേര്. അപ്പോൾ പി കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് 6 ഇവിടെ, അതുപോലെ പി കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് 6 ഇവിടെ. ഇനി നോക്കി, എസ് ഇസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. ആറിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റിലാണ് എസ്. നോക്കി,
ഇവിടെ ഇപ്പോൾ 6 മേളിലേക്ക് നോക്കുന്നതെങ്കിൽ തേർഡ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 എസ് ഇവിടെ വരത്തില്ല, കാരണം പി അവിടെ കിടക്കുക. അപ്പോൾ അപ്പോൾ 6 എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്? 6 താഴത്തേക്ക് നോക്കിയിരിക്കുന്നത്. തേർഡ് ടു ദ ലെഫ്റ്റിൽ എസ് 1 2 3 ഇവിടെ എസ്. ഇത് നോർത്തിൻ്റെ സൗത്തിൻ്റെ എസ് ആട്ടോ. ഇനി നോക്കി അതുപോലെ ഇവിടെ 6 താഴത്തേക്ക് നോക്കിയിരിക്കുന്നതെങ്കിൽ തേർഡ് ടു ദ ലെഫ്റ്റിൽ 1 2 3 ഇവിടെ എസ് വരത്തില്ല. അപ്പോൾ 6 എങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? 6 മുകളിലേക്ക് നോക്കിയിരിക്കുന്നത്. തേർഡ് ടു ദ ലെഫ്റ്റിൽ 1 2 3 ഇവിടെ എസ്. ഇനി എന്താ? യൂസ് ഇറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. എസ്സിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റിലാണ് യു ഇരിക്കുന്നത്. നോക്കി, എസ് ഇപ്പോൾ താഴത്തേക്ക് നോക്കിയിരിക്കുമെങ്കിൽ സെക്കൻഡ് ടു ദ റൈറ്റിൽ ആളുണ്ടോ? ഇല്ല. അപ്പോൾ എസ് എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്? എസ് മുകളിലേക്കാണ് നോക്കിയിരിക്കുന്നത്. സെക്കൻഡ് ടു ദ റൈറ്റിൽ യു. അതുപോലെ ഇവിടെയും എസ് മുകളിലേക്ക് നോക്കിയിരിക്കുമായിരുന്നെങ്കിൽ സെക്കൻഡ് ടു ദ റൈറ്റിൽ ആൾ വരത്തില്ല. അതുകൊണ്ട് എസ് എങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? എസ് താഴത്തേക്ക് നോക്കിയിരിക്കുന്നത്. സെക്കൻഡ് ടു ദ റൈറ്റിൽ യു. ഇനി എന്താ? ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എസ് ഫേസസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു എസ്. അതായത് എസ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ അടുത്തിരിക്കുന്നവർ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എസ് താഴത്തേക്കല്ലേ, അപ്പോൾ അവൻ്റെ നെയ്ബേഴ്സൊക്കെ മുകളിലേക്ക്. ഇവിടെ എസ് മുകളിലേക്കല്ലേ, അതുകൊണ്ട് അവൻ്റെ നെയ്ബേഴ്സൊക്കെ താഴത്തേക്ക്. ഇനി എന്താ? ടി സീറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് യു. യുവിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റിലാണ് ടി ഇരിക്കുന്നത്. നോക്കി, യു ഇവിടെയുണ്ട്. യു മുകളിലേക്കാണെങ്കിൽ സെക്കൻഡ് ടു റൈറ്റിൽ ടി വരത്തില്ല, അതുകൊണ്ട് യു താഴത്തേക്ക്, സെക്കൻഡ് ടു ദ റൈറ്റിൽ ടി. അതുപോലെ തന്നെ ഇവിടെ യു താഴത്തേക്കാണെങ്കിൽ സെക്കൻഡ് ടു റൈറ്റിൽ ടി വരത്തില്ല, അപ്പോൾ യു മുകളിലേക്ക്, സെക്കൻഡ് ടു റൈറ്റിൽ ടി. ഇനി എന്താണ്? ഡബ്ല്യു ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ടി. ടിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ് ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു ഇവിടെ ഡബ്ല്യു ഇവിടെ. ഇനി നോക്കി, പീപ്പിൾ സിറ്റിംഗ് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ് ആർ ഫേസിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈച്ച് അതർ. എൻഡിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. അതായത് ഇവൻ മുകളിലേക്കാണെങ്കിൽ ഇവൻ താഴത്തേക്ക്, ഇവൻ താഴത്തേക്ക് ആയതുകൊണ്ട് ഇവൻ മുകളിലേക്ക്. ഇനി എന്താണ്? പി സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടി. ടിയുടെ സെക്കൻഡ് ടു ദ റൈറ്റിലാണ് പി ഇരിക്കുന്നത്. നോക്കി, ടി ഇവിടെയുണ്ട്, പി ഇവിടെയുണ്ട്. ടി താഴത്തേക്കാണെങ്കിലല്ലേ സെക്കൻഡ് ടു ദ റൈറ്റിൽ പി വരത്തുള്ളൂ. അതുപോലെ ഇവിടെ ടി മുകളിലേക്കാണെങ്കിലേ സെക്കൻഡ് ടു ദ റൈറ്റിൽ പി വരത്തുള്ളൂ. ഇനി എന്താ? ഡബ്ല്യു ആൻഡ് പി ഡസ് നോട്ട് ഫേസ് നോർത്ത്. ഡബ്ല്യുയും പിയും നോർത്തിലേക്ക് നോക്കത്തില്ല. അപ്പോൾ ഡബ്ല്യുയും പി എങ്ങോട്ടാണ് നോക്കുന്നത്? താഴത്തേക്ക്, സൗത്തിലേക്ക്. ഇവിടെ നോക്കി, ഇവിടെ അതുപോലെ തന്നെ സൗത്തിലേക്ക്. ഇനി എന്താണ്? ക്യൂ സിറ്റ്സ് സെക്കൻഡ് ടു ലെഫ്റ്റ് ഓഫ് വി. വിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത്. അപ്പോൾ വി ഇവിടെ, ക്യൂ ഇവിടെ. ഇവിടെയോ? വി ഇവിടെ, ക്യൂ ഇവിടെ. നോക്കി, വി ഇവിടെയാണെങ്കിൽ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ക്യൂ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് ഡസൻറ്റ് ഫേസ് സൗത്ത്. എക്സ് സൗത്തിട്ട് നോക്കത്തില്ലെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടാൻ ബാക്കിയുള്ള ആളാണ് എക്സ്. ഇവിടെ എക്സ് നമ്മൾ ഇവിടെ ഇടും, ഇവിടെ എക്സിന് ഇവിടെ ഇടും. എക്സ് സൗത്തിലേക്ക് നോക്കത്തില്ല, അപ്പോൾ എക്സ് ഇവിടെ സൗത്തിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഈ അറേഞ്ച്മെൻ്റ് അല്ല, ഈ അറേഞ്ച്മെൻ്റാണ് ശരി. മനസ്സിലായോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുക, രണ്ടാമത്തേൽ ഈ അറേഞ്ച്മെൻറ്റ് നേരെ തലവരിച്ചിടുക, സൗത്തിലേക്കാണെന്ന് പറയുന്ന കാര്യങ്ങൾ സൗത്തിലേക്ക് ആക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹു ആം ദ ഫോളോയിങ് പേഴ്സൺ സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് യു. യുവിൻ്റെ തേർഡ് ടു ദ റൈറ്റിൽ ആരാ ഇരിക്കുന്നത്? നോക്കി, യുവിൻ്റെ തേർഡ് ടു റൈറ്റിൽ ആരാ? 1 2 3 ഡബ്ല്യു ആണ്. നൺ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. പിക്കും എസ്സിനും ഇടയ്ക്ക് എത്ര പേരുണ്ടെന്ന് ചോദിച്ചേക്കുന്നത്? എത്ര പേരുണ്ട്? പി കഴിഞ്ഞിട്ട് 1 2 3 4 5 കഴിഞ്ഞിട്ടാണ് എസ്. നമ്മുടെ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ആം ദ ഫോളോയിങ് പെയർ ഓഫ് പേഴ്സൺ ആർ സിറ്റിംഗ് അറ്റ് എക്സ്ട്രീം എൻഡ്. എക്സ്ട്രീം എൻഡിൽ ആരാ ഇരിക്കുന്നതെന്ന്? ഇവിടെ വി, അവിടെ എക്സ്. വിയും എക്സും, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ആർ ഫേസിങ് സൗത്ത്. സൗത്തിലേക്ക് നോക്കി എത്ര പേരെ ഇരിക്കുന്നതെന്ന്? എത്ര പേരുണ്ട്? 1 2 3 4 4 പേര് സൗത്തിലേക്ക് നോക്കിയിരിക്കുന്നത്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 4 of the following are alike in certain way based on from a group. Find one which does not belong to the group. ഈ തന്നതിനകത്ത് ഇതിനകത്ത് 4 എണ്ണം എന്നൊരു പ്രത്യേകതയുണ്ട്, അടുത്ത് പെടാത്തതാണെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, വി ക്യു ഡബ്ല്യു എക്സ് പി. വി ക്യു ഡബ്ല്യു എക്സ് പി. നോക്കി, ഇതിനകത്ത് വിയും ക്യൂവും ഡബ്ല്യു പിയും താഴത്തേക്കാണ്, എക്സ് മാത്രം മുകളിലേക്ക് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഓട് വേണം ഏതാ? എക്സ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഒരു അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യനാണ്, നമുക്ക് വായിച്ച് നോക്കാം. ദർ ആർ 6 റോപ്പ്. 6 കയറുണ്ട് നമ്മുടെ കയ്യിൽ. ഇ എഫ് ജി എച്ച് ഐ ആൻഡ് ജെ ഓഫ് ഡിഫറെൻറ്റ് ഹെഡ് ലെങ്ത്ത്. അപ്പോൾ ഓരോന്നിനും പല ലെങ്ത്ത് ഉണ്ട്. എഫ് ഇസ് ലോങ്ങർ ദാൻ ഇ. എഫ് ഇയേക്കാൾ ലോങ്ങറാണ്. ഞാൻ ലെങ്ത്ത് കൂടുതൽ മേളിലും ലെങ്ത്ത് കുറഞ്ഞത് താഴെയായിട്ട് എഴുതുന്നത്. ഐ ഈസ് ലോങ്ങർ ദാൻ എഫ്. ഐ എഫിനേക്കാളും ലോങ്ങറാണ്. ഐ ഈസ് ഷോർട്ടർ ദാൻ ഓൺലി ജി. ഐ ജീനേക്കാൾ മാത്രമേ ഷോർട്ടർ ആയിട്ടുള്ളൂ. അത് അല്ലെങ്കിൽ
അതിനേക്കാളും വലുതായിട്ട് ജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ജി മേളിൽ, ഐ ഇവിടെ, എഫ് ഇവിടെ, ഇ ഇവിടെ. ജെ ഈസ് ലോങ്ങർ ദാൻ എഫ്. എഫിനേക്കാളും ലോങ്ങറാണ് ജെ. അപ്പോൾ ജെ ഇവിടെ ഒന്നും വരത്തില്ല, കാരണം അതിനേക്കാളും വലുതായിട്ട് ജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ജെ എവിടെ? ഇവിടെ വരും. ഇനി എന്താ? ഇ ഈസ് നോട്ട് ദ ഷോർട്ടസ്റ്റ് റോപ്പ്. ഏറ്റവും ചെറുത് ഇ അല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വേറെ ആരെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്? ഇനി ഇ എഫ് ജി എച്ച്, എച്ച് അല്ലേ ഉള്ളത്, അപ്പോൾ എച്ച് ഇവിടെ. ഇപ്പോൾ ഓക്കെ. ഇനി എന്താണ്? ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് റോപ്പ് ഇസ് 54. സെക്കൻഡ് ലോങ്ങസ്റ്റിൻ്റെ ലെങ്ത് 54 ആണ്. സെക്കൻഡ് ലോങ്ങസ്റ്റ് ആരാ? ഐ ആണ്, 54 സെൻറ്റിമീറ്റർ. തേർഡ് ഷോർട്ടസ്റ്റ് റോപ്പ് ഇസ് 30 സെൻറ്റിമീറ്റർ. തേർഡ് ഷോർട്ടസ്റ്റ്, ഇത് ഷോർട്ടസ്റ്റ്, സെക്കൻഡ് ഷോർട്ടസ്റ്റ്, തേർഡ് ഷോർട്ടസ്റ്റ് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഇസ് തേർഡ് ലോങ്ങസ്റ്റ്. തേർഡ് ലോങ്ങസ്റ്റ് പൈപ്പ് റോപ്പ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ജെ ആണ്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് മേ ബി ദ പോസിബിൾ ലെങ്ത് ഓഫ് ജെ? ജെക്ക് വരാൻ സാധ്യതയുള്ള ലെങ്ത് ആണെന്ന് ചോദിച്ചേക്കുന്നത്? എത്രയായിരിക്കും? 54-നും 30-നും ഇടയ്ക്കുള്ളത്. അതേതാ? 54-നും 30-നും ഇടയ്ക്കുള്ളത് 42. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഈസ് സെക്കൻഡ് ഷോർട്ടസ്റ്റ്. സെക്കൻഡ് ഷോർട്ടസ്റ്റ് റോപ്പ് ആണെന്ന് ചോദിച്ചേക്കുന്നത്? ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ്, ഇത് സെക്കൻഡ് ഷോർട്ടസ്റ്റ്. അപ്പോൾ ഈ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ബ്ലഡ് റിലേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. ജെ ഈസ് മാരിഡ് ടു സി. ജെ സീനെ മാരി ചെയ്തേക്കുവാണ്. ബി ആൻഡ് ഡി ആർ ചിൽഡ്രൻ ഓഫ് സി. സിയുടെ ചിൽഡ്രൻ ആണ് ബിയും ഡിയും. ഡി ഈസ് മാരിഡ് ടു ഡോട്ടർ ഓഫ് കെ. ഡി കെയുടെ ഡോട്ടറിനെ മാരി ചെയ്തേക്കുക. അത് ആരെന്ന് അറിയത്തില്ല. അപ്പോൾ ഓക്കെ, ഇത് ഫീമെയിലാണ്, ഇത് മെയിൽ. കെ ഹു ഈസ് മാരിഡ് ടു എം. കെ എമ്മുമായിട്ട് മാരി ചെയ്തേക്കുവാണ്. കെ ഈസ് ദ മദർ ഓഫ് ആർ ഹു ഈസ് ഹസ്ബൻഡ് ഓഫ് എൻ. കെ എന്ന് പറയുന്നത് ആറിൻ്റെ മദറാണ്. അപ്പോൾ ഇത് ഫീമെയിൽ, ഇത് മെയിൽ. ആറിൻ്റെ മദറാണ് കെ. അപ്പോൾ ആറ് ഇവിടെ വരത്തില്ല, കാരണം എന്താ? ആർ ഇസ് ഹസ്ബൻഡ് ഓഫ് എൻ. ആറ് എന്നിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇതല്ല, ഇവർക്ക് വേറൊരു കൊച്ചുണ്ട്, അതാണ് ആറ്. ആർ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് എൻ. അപ്പോൾ ആറ് എന്നിൻ്റെ ഹസ്ബൻഡാണ്. ഓക്കെ. എച്ച് ഇസ് ദ ഗ്രാൻഡ് സൺ ഓഫ് സി ആൻഡ് കെ. സിൻ്റെയും കെയിൻ്റെയും ഗ്രാൻഡ് സൺ ആണ് എച്ച്. നോക്കി, സിയും ഇവർ തമ്മിൽ എന്താ ബന്ധം? സിയും കെയും. സിയുടെ മകനെയാണ് കെയുടെ മകൾ കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ഗ്രാൻഡ് സൺ ആണെങ്കിൽ അത് ഈ ഡിയുടെയും അതുപോലെ ഇവർ രണ്ടുപേരെയും കൊച്ചായിരിക്കും ഈ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് ഇവരുടെ മകനാണ്. എൽ ഇസ് ഡോട്ടർ ഓഫ് എൻ. എൻ്റെ ഡോക്ടറാണ് എൽ. അപ്പോൾ എൻ ഇവിടെ, എൽ ഇവിടെ. വി ഈസ് ഓൺലി സിബ്ലിംഗ് ഓഫ് എച്ച്. എച്ചിൻ്റെ ഒരേ ഒരു സിബ്ലിംഗ് ആണ് വി. അതായത് എച്ചിൻ്റെ ആപ്പാടുള്ളൊരു സഹോദരനാണ്. എന്താണെന്ന് അറിയത്തില്ല, അത് മെയിലാണോ ഫീമെയിലാണോന്ന് അറിയത്തില്ല. പിന്നെ എന്താ? ഡി ഹാസ് ഓൺലി വൺ ഡോട്ടർ. ഡിക്ക് ഡോട്ടർ ഒന്നേ ഉള്ളൂ, അതായത് ഒരു മകളേ ഉള്ളൂ ഡിക്ക്. അപ്പോൾ ഡി ഇത്, അപ്പോൾ മകളാരായിരിക്കും? വി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നേക്കുന്നത്. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ ഇസ് ഡി റിലേറ്റഡ് കെ. ഡി കെയുടെ ആരാന്ന് ചോദിച്ചേക്കുന്നത്? നോക്കി, ഡി ഇവിടെ, കെ ഇവിടെ. കെയുടെ മകളാണ് ഡി കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ ഡി ആരാ? കെയുടെ സണ്ണിലാണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ടി ഈസ് ഡോട്ടർ ഓഫ് കെ. കെയുടെ ഡോട്ടറാണ് ടി എങ്കിൽ, അപ്പോൾ ടി ഇവിടെ. ദെൻ ഹൗ ഇസ് ടി റിലേറ്റഡ് ടു ഡി. ടി ഡിയുമായിട്ടുള്ള റിലേഷൻ എന്താ വെച്ചേക്കുന്നത്? ടി ഡിയുടെ ആരാ? വൈഫല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഇസ് എൽ റിലേറ്റഡ് ടു കെ. എൽ കെയുടെ ആരാന്ന് വെച്ചേക്കുന്നത്? എൽ ഇവിടെയുണ്ട്, കെ ഇവിടെയുണ്ട്. എൽ കെയുടെ ആരാ? ഗ്രാൻഡ് ഡോട്ടർ അല്ലേ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ഫാദർ ഓഫ് ആർ. ആറിൻ്റെ ഫാദർ ആരാന്ന് വെച്ചേക്കുന്നത്? ആറിൻ്റെ ഫാദർ ആരാണ്? എം ആണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 4 of the following 5 are alike in certain way according to English dictionary. Form a group. Find the one which does not belong to the group. ഓക്കെ, ഇതിനകത്ത് ഗ്രൂപ്പിൽ പെടാത്ത എന്താണെന്ന് വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം. എൻ, എൽ, ക്യൂ. എൽ കഴിഞ്ഞ് എം, എൻ. എൽ കഴിഞ്ഞ് 2 കഴിയുമ്പോൾ എൻ കിട്ടും. എൻ കഴിഞ്ഞ് ഒ, പി, ക്യൂ. എന്നിൻ്റെ ഒപ്പം 3 കൂട്ടുമ്പോൾ ക്യൂ കിട്ടും. ബി, സി, ഡി, ഡി, ഇ, എഫ്, ജി. അതും ഓക്കെയാണ്. എഫ്, ജി, എച്ച്. എച്ച് കഴിഞ്ഞ് ഐ, ജെ, കെ. അതും ഓക്കെയാണ്. അപ്പോൾ ഇത് മൂന്നും ഒരേ പാറ്റേൺ ആണ്. അപ്പോൾ ഇതായിരിക്കും പാറ്റേൺ. അടുത്ത് നോക്കി, ആറ്, എസ്, ടി, ടി കഴിഞ്ഞിട്ട് യു, വി, ഡബ്ല്യു. ഇതും ഓക്കെയാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഇ. നമുക്ക് എന്തായാലും നോക്കാം. വി കഴിഞ്ഞിട്ട് ഡബ്ല്യു, എക്സ്. എക്സ് കഴിഞ്ഞ് വൈ, ഇസഡ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അതായത് എക്സ് കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് എക്സ് കഴിഞ്ഞ് വൈ, ഇസഡ്, എ അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്, ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇത് വരുന്ന ക്വസ്റ്റ്യനുകൾക്കുള്ള ഹിൻ്റാണ്. നോക്കി, ഇൻ ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബിലോ ആർ ഗിവൺ സം സ്റ്റേറ്റ്മെൻറ്റ് ഫോളോഡ് ബൈ 2 കൺക്ലൂഷൻ. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, 2 കൺക്ലൂഷൻ ഉണ്ടാവും. യു ഹാവ് ടു ടേക്ക് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി ട്രൂ ഈവൻ വെൻ ദേ സീം ടു ബി അറ്റ് വേരിയൻസ് വിത്ത് കോമൺലി നോൺ ഫാക്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. നമുക്ക് അല്ലാണ്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവരരുത്. റീഡ് ഔട്ട് ദ കൺക്ലൂഷൻസ് ആൻഡ് ഡിസൈഡ് വിച്ച് ഓഫ് ദ ഗിവൺ കൺക്ലൂഷൻസ് ലോജിക്കലി ഫോളോസ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്റിഗാർഡിംഗ് കോമൺലി നോൺ ഫാക്ട്. അതായത് തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾ കൺക്ലൂഷൻ കണ്ടുപിടിക്കുക, അല്ലാതെ പുറമേ അറിയാവുന്ന കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരരുത്. അതാണ് പറഞ്ഞേക്കുന്നത്. അതായത് മിക്കവാറും സില്ലോജിസം ക്വസ്റ്റൻ ആണത്. ഇപ്പോൾ എന്തൊക്കെയാണ്, എ മാർക്ക് ചെയ്യണം ഇഫ് ഓൺലി കൺക്ലൂഷൻ 1 ഫ്ലോ. ഫസ്റ്റത്തെ മാത്രമേ ഫോളോ ചെയ്യത്തുള്ളെങ്കിൽ എ മാർക്ക് ചെയ്യണം, രണ്ടാമത്തെ മാത്രമേ ഫോളോ ചെയ്യത്തുള്ളെങ്കിൽ ബി മാർക്ക് ചെയ്യണം, 1 അല്ലെങ്കിൽ എയ്തർ 1 or 2 ആണെങ്കിൽ സി മാർക്ക് ചെയ്യണം, 2 അല്ലെങ്കിൽ ഡി മാർക്ക് ചെയ്യണം, 2 ഉണ്ടെങ്കിൽ ഇ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി എ ഫ്യൂ ചാർട്ട് ആർ ടർബൈൻ. ചാർട്ടിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ എന്ത് വരത്തുള്ളൂ, ടർബൈൻ വരത്തുള്ളൂ. ബാക്കി ഭാഗത്തേക്ക് ആറ് വരത്തില്ല, ടർബൈൻ വരില്ല. ഇനി എന്താ, ഓൺലി എ ഫ്യൂ ടർബൈൻ ആർ പോർ. ഓൺലി എ ഫ്യൂ ടർബൈൻ ആർ പോർസ്. അതായത് ടർബൈൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ പോർസ് വരത്തുള്ളൂ, ബാക്കി ഭാഗത്തേക്ക് പോർസ് കയറി വരത്തില്ല. ഇനി എന്താ, ഓൺലി എ ഫ്യൂ പോർസ് ആർ ഫാൻ. പോർസിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ ആര് വരത്തുള്ളൂ, ഫാൻ വരത്തുള്ളൂ, ബാക്കി ഭാഗത്തേക്ക് ഫാൻ കയറി വരത്തില്ല. കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്, സം ഫാൻ ഈസ് ചാർട്ട് ഈസ് എ പോസിബിലിറ്റി. കുറച്ച് ഫാൻ ചാർട്ട് ആവാൻ സാധ്യതയുണ്ടെന്ന്. നോക്കിയേ, ഫാൻ ഇവിടെ കിടക്കുന്നത്, ചാർട്ട് ഇവിടെ കിടക്കുന്നത്. ഫാൻ കുറച്ച് ചാർട്ട് ആകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിയാണ്. കാരണം എന്താണെന്ന് അറിയാമോ, ഈ ഫാൻ ചാർട്ട് ആവില്ല എന്ന് എവിടെയെങ്കിലും ഉറപ്പിച്ച് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഫാൻ ചാർട്ട് ആവില്ല എന്ന് ഉറപ്പിച്ച് പറയാത്തത് കൊണ്ട് ഫാൻ ചാർട്ട് ആവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് ശരിയാണ്. പക്ഷേ ഫാൻ ചാർട്ട് ആകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഫാൻ ചാർട്ട് ആവാൻ സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. അടുത്ത നോക്കി, ഓൾ ഫാൻ ആർ ടർബൈൻ. ഫാൻ കംപ്ലീറ്റ് ടർബൈൻ ആണെന്ന്. ഫാൻ കംപ്ലീറ്റ് ടർബൈൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഫാൻ കംപ്ലീറ്റ് ടർബൈൻ ആണെന്ന് നമ്മുടെ സിലോജിസത്തിലുണ്ടോ? ഇല്ല. ടർബൈൻ്റെ കുറച്ച് ഭാഗത്ത് പോർസ് ഉണ്ട്, പോർസിൻ്റെ കുറച്ച് ഭാഗത്ത് ഫാനുണ്ട്. ഇത്രയും നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഫാൻ കംപ്ലീറ്റ് ടർബൈൻ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഫാനിൻ്റെ കുറച്ച് ഭാഗം ടർബൈൻ ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫാൻ കംപ്ലീറ്റ് ടർബൈൻ ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടിക്കഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തെറ്റാണ്. അടുത്തത്, ഓൾ ബീച്ചസ് ആർ ഡെൽറ്റാസ്. ബീച്ച് കംപ്ലീറ്റ് എന്താണ്? ഡെൽറ്റയാണ്. ഓൾ ഡെൽറ്റാസ് ആർ കുഷ്യൻ. ഡെൽറ്റ കംപ്ലീറ്റ് കുഷ്യൻസ് ആണ്. നോ കുഷ്യൻസ് ഈസ് വേവ്. കുഷ്യൻ ഒന്നും എന്തല്ല, വേവ് അല്ല. അപ്പോൾ കുഷ്യൻ വേവ് അല്ലാത്തതുകൊണ്ട് ഡെൽറ്റയും വേവ് ആവത്തില്ല, ബീച്ചും വേവ് ആവത്തില്ല. കൺക്ലൂഷൻ എന്തൊക്കെയാണ്, സം ബീച്ചസ് ക്യാൻ ബി വേവ്. കുറച്ച് ബീച്ചിന് വേവ് ആവാൻ പറ്റും. അത് തെറ്റാണ്. കാരണം എന്താ, കുഷ്യൻ വേവ് ആവത്തില്ല, കുഷ്യൻ്റെ അകത്താണ് ബീച്ച് കിടക്കുന്നത്, അതുകൊണ്ട് ബീച്ചും വേവ് ആവത്തില്ല. നോ ഡെൽറ്റ ഈസ് വേവ്. ഡെൽറ്റ ഒന്നും വേവ് ആവത്തില്ല. അത് ശരിയാണ്. കാരണം കുഷ്യൻ വേവ് അല്ലാത്തതുകൊണ്ട് ഡെൽറ്റ വേവ് ആവത്തില്ല. അപ്പോൾ രണ്ടാമത്തെ മാത്രം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺലി ഫ്യൂ ഏസസ് ആർ ക്ലബ്ബ്. ഏസസിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ എന്ത് വരത്തുള്ളൂ, ക്ലബ്ബ് വരത്തുള്ളൂ. ബാക്കിയിടത്തേക്ക് ക്ലബ്ബ് കയറി വരത്തില്ല. നോ ക്ലബ്ബ് ഇസ് ജാക്ക്. ക്ലബിൻ്റെ ഒന്നും തന്നെ എന്തല്ല, ജാക്കല്ല. ഓൺലി ഫ്യൂ ജാക്കർ ഡയമണ്ട്. ജാക്കിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ എന്ത് വരത്തുള്ളൂ, ഡയമണ്ട്. ബാക്കി ഭാഗത്ത് ഡയമണ്ട് വരത്തില്ല. കൺക്ലൂഷൻ നോക്കാം. സം ഡയമണ്ട് ആർ ഏസസ്. ഡയമണ്ടിൻ്റെ കുറച്ച് ഭാഗം എയ്സ് ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞേക്കുക. നോക്കി, ഡയമണ്ടിൻ്റെ കുറച്ച് ഭാഗം എയ്സ് ആകും നമുക്ക് പറയാൻ പറ്റുമോ? അവർ തമ്മിൽ ഡയറക്റ്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റായിരുന്നു. അതുകൊണ്ട് തെറ്റ്. സം ഏസസ് ആർ ജാക്ക്. കുറച്ച് എയ്സ് ജാക്കാണ്. നോക്കി, എയ്സ് ജാക്കാണെന്ന് ഡയറക്റ്റ് എവിടെയെങ്കിലും ബന്ധം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കുറച്ച് എയ്സ് ജാക്കാവാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റായിരുന്നു. മനസ്സിലായോ? ഇത് തെറ്റാണ്. ഇപ്പം രണ്ടും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സം ആപ്പിൾ ആർ ബനാന. ആപ്പിളിൻ്റെ കുറച്ച് ഭാഗം എന്താണ്, ബനാനയാണ്. നോ ബനാന ഈസ് ഡേറ്റ്. ബനാന ഒന്നും തന്നെ എന്തല്ല, ഡേറ്റ് അല്ല. കൺക്ലൂഷൻ എന്തൊക്കെയാണ്, സം ഡേറ്റ് ആർ നോട്ട് ആപ്പിൾ ഇസ് എ പോസിബിലിറ്റി. ഡേറ്റിൻ്റെ കുറച്ച് ഭാഗം ആപ്പിൾ ആവാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന്. നിങ്ങൾ നോക്കി, ഡേറ്റ് ആപ്പിൾ ആവാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോക്കി, ഇവിടെ എന്താ തന്നേക്കുന്നത്, ആപ്പിളിൻ്റെ കുറച്ച് ഭാഗത്ത് ബനാനയുണ്ട്, ബനാന ഡേറ്റ് ആവത്തില്ല. അതായത് ഈ ഭാഗത്ത് ഡേറ്റ് വരത്തില്ല. പക്ഷേ ഡേറ്റ് ആപ്പിൾ ആവില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആദ്യത്തേത്
തെറ്റാണ്. കാരണം ഡേറ്റ് ആപ്പിൾ ആവില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇവിടെ ആപ്പിളിൻ്റെ ഇവിടെ കുറച്ച് ബനാനയുണ്ട്, ബനാന ഡേറ്റ് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഡേറ്റ് വരത്തില്ല. പക്ഷേ ഡേറ്റിൻ്റെ എവിടെയെങ്കിലും ആപ്പിൾ വരില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആദ്യത്തെ തെറ്റല്ലേ. അടുത്ത നോക്കി, ഓൾ ആപ്പിൾ ക്യാൻ നെവർ ബി ഡേറ്റ്. ആപ്പിളിൻ്റെ കംപ്ലീറ്റ് ഡേറ്റ് ആവാൻ പറ്റത്തില്ലെന്ന്. അത് ശരിയാണ്. കാരണം എന്താ, ആപ്പിളിൻ്റെ ഇത്രയും ഭാഗത്ത് ബനാനയാണ്, ബനാന ഡേറ്റ് അല്ല. അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് ആര് വരത്തില്ല? ഡേറ്റ് വരത്തില്ല. അപ്പോൾ ആപ്പിളിന് മൊത്തം ഡേറ്റ് ആവാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ആപ്പിളിൻ്റെ ഇത്രയും ഭാഗത്ത് ഡേറ്റ് വരത്തില്ല. അതുകൊണ്ട് ആപ്പിൾ കംപ്ലീറ്റ് ഡേറ്റ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 2 മാത്രമാണ് ഇതിൻ്റെ അത് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് ഫ്ലോർ ബേസ്ഡ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ച് നോക്കാം. there are 10 persons JPQ RST GUV and X living in a 10 floor building. അതൊരു 10 നില കെട്ടിടമുണ്ട്. അതിനകത്ത് ഇത്രയും, അതായത് 10 പേര് താമസിക്കുന്നുണ്ട്. such that ground floor is numbered as 1, just above the floor is numbered as 2, and so the topmost floor is numbered as 10. അതായത് ഏറ്റവും താഴത്തെ ഫ്ലോർ 1 ആണ് നമ്പർ ഇട്ടേക്കുന്നത്, അതിന് മേളിൽ 2, അങ്ങനെ മൊത്തം 10 ഫ്ലോർ ഉണ്ട്. ബട്ട് നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. അതായത് ആൾക്കാരുടെ എണ്ണം, ആൾക്കാരുടെ പേര് പറഞ്ഞേക്കുന്നത് കറക്റ്റ് ഓർഡറിലല്ല, റാൻഡമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്തൊക്കെ ഹിൻഡ് വന്നേക്കുന്നത്? പി ലിവ്സ് ഓൺ ദ 5th floor. ഓക്കെ, അപ്പോൾ ഹിൻഡുകൾ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് പോവാം. അപ്പോൾ മേളിൽ 10, അതിന് താഴെ 9, 8, 7, 6, 5, 4, 3, 2, 1. ഇത് 10ാമത്തെ, ഇത് 9, ഇത് 8, ഇത് 7, ഇത് 6, ഇത് 5, 4, 3, 2, 1. എന്താ വന്നേക്കുന്നത്? പി ലിവ്സ് ഓൺ ദ 5th floor. 5ാമത്തെ ഫ്ലോറിൽ പി ആണ്. ഓൺലി 3 persons ലീവ് ബിറ്റ്വീൻ പി ആൻഡ് വി. പിക്കും വിക്കും ഇടയ്ക്ക് 3 പേര്. ടി ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബോവ് ജെ ഹൂ ലിവ്സ് ഓൺ ആൻ ഓഡ് നമ്പർ ഫ്ലോർ. ടി എന്ന് പറയുന്നത് ജെയുടെ തൊട്ട് മേളിലാണ്. അപ്പോൾ ടി എന്ന് പറയുന്നത് ജെയുടെ തൊട്ട് മേളിൽ, ജെ ഓഡ് നമ്പർ ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ ജെ ഓഡ് നമ്പർ ഫ്ലോറിൽ. ഇനി എന്താ, എസ് ലിവ്സ് ഓൺ വൺ ഓഫ് ദ ഫ്ലോർസ് ബിലോ ആർ. എസ് എന്ന് പറയുന്നത് ആറിൻ്റെ താഴെയാണ് ജീവിക്കുന്നത്. നമ്പർ ഓഫ് പേഴ്സൺ ലീവ് ബിറ്റ്വീൻ ജെ ആൻഡ് പി സെയിം ആസ് നമ്പർ ഓഫ് പേഴ്സൺ ലീവ് ബിറ്റ്വീൻ ടി ആൻഡ് ആർ. അതായത് ജെക്കും പിക്കും ഇടയ്ക്കുള്ള ആൾക്കാരുടെ എണ്ണമാണ് ടിയുടെ ആറിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരുടെ എണ്ണം. ഓക്കെ, ഇനി ദർ ഇസ് ഓൺലി 1 floor ഇൻ ബിറ്റ്വീൻ യു ആൻഡ് എക്സ്. യുവിനും എക്സിനും ഇടയ്ക്ക് ഒരു ഫ്ലോറേ ഉള്ളൂ. അപ്പോൾ യു കഴിഞ്ഞ് 1 കഴിഞ്ഞ് എക്സ്. ഇനി എന്താ, ഡബ്ല്യു ലീവ്സ് ഓൺ ആൻ ഓഡ് നമ്പർ ഫ്ലോർ. ഡബ്ല്യു ഓഡ് നമ്പർ ഫ്ലോറിലാണ്. ഡബ്ല്യു ഓഡ് നമ്പർ ഫ്ലോറിൽ. ആർ ഡസ് നോട്ട് ലീവ് ഓൺ ദ ടോപ്പ് ഫ്ലോർ. അപ്പോൾ ടോപ്പിൽ ആര് വരത്തില്ല? 6 വരത്തില്ല. എസ് ലീവ്സ് ഓൺ ആൻ ഓഡ്, ഇവിടെ 6ലാട്ടോ. എക്സ് ലീവ്സ് ഓൺ ആൻ ഓഡ് നമ്പർ ഫ്ലോർ എബോവ് എക്സ്. എസ് എന്ന് പറയുന്നത് എക്സിൻ്റെ മേളിലാണ് താമസിക്കുന്നത്. എസ് ഓഡ് നമ്പർ ഫ്ലോറിലാണ്. എസ് ലീവ്സ് ഓൺ ആൻ ഓഡ് നമ്പർ ഫ്ലോർ എബോവ് എക്സ് ബട്ട് നോട്ട് ഓൺ 7th floor. എസ് 7 വരത്തില്ല. ഇനി എന്താണ്, വി ലിവ്സ് ബിലോ ദ ഫ്ലോർ വിച്ച് പി ലിവ്സ്. വി പിയുടെ താഴെയാണ് താമസിക്കുന്നത്. ഇതെവിടെയെങ്കിലും ഉണ്ടോ? ഇതുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ പിയുടെ താഴെയാണ് വി താമസിക്കുന്നത്. ഇനി എന്താണ്, യു ലിവ്സ് എബോവ് ദ ഫ്ലോർ വിച്ച് എക്സ് ലിവ്സ്. യു എക്സിൻ്റെ മേളിലാണ്. അപ്പോൾ ഇതും കറക്റ്റായി. ഇനി എന്താ, ക്യു ലിവ്സ് ഓൺ ആൻ ഈവൻ നമ്പർ ഫ്ലോർ എബോവ് പി. ക്യു പിയുടെ മേളിലാണ് താമസിക്കുന്നത്. അപ്പോൾ പിയുടെ മേളിലാണ് ക്യു, ഈവൻ നമ്പർ ഫ്ലോറിൽ, ബട്ട് നോട്ട് ഓൺ ടോപ്പ് ഫ്ലോർ. മേളിൽ ക്യു വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹിൻഡ്. നമുക്കിനി ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ തന്നേക്കുന്ന ഹിൻഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കണം. ഇപ്പോൾ നോക്കി, ഇവിടെ പി ഉണ്ട്, വി ഉണ്ട്, പിയുടെ മേളിൽ ക്യു ഉണ്ട്. ഇനി പി ഇവിടെ ജെയിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പി ജെയിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ടി ആറും കിട്ടും. ഇതുകൊണ്ടേ, അപ്പോൾ ഈ 6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 6ൻ്റെ താഴെ എസ് ഉണ്ട്. എസ് കിട്ടിയാൽ പിന്നെ എക്സും യുവും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ പി കിടക്കുന്നുള്ളതുകൊണ്ട് പിയുടെ താഴെ 3 ഫ്ലോർ കഴിഞ്ഞ് വി. അപ്പോൾ പി കഴിഞ്ഞിട്ട് 1, 2, 3 ഫ്ലോർ കഴിഞ്ഞിട്ട് വി. ഇനി നോക്കി, പിയുടെ മേളിൽ ഈവനിൽ ക്യൂ കിടപ്പുണ്ട്. അപ്പോൾ പിയുടെ മേളിൽ ഈവനിൽ ഇതിവിടെ ക്യൂ വരാം, അല്ലെങ്കിൽ ഇവിടെ ക്യൂ വരാം. മേളിൽ ക്യൂ വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ക്യൂ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജെയും പിയും തമ്മിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മളിനി ഈ ജെനെ ഇട്ടിട്ട് നമ്മൾ പോസിബിലിറ്റി നോക്കാൻ പോവുക. അതായത് ജെ ഓടിലേ വരത്തുള്ളൂ, ജെയുടെ മേളിൽ ടിയും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ജെനെ നമുക്ക് ആദ്യം ഇവിടെ ഇടാം. ജെയുടെ മേളിൽ ആരാണ്? ടി.
ഇനി നോക്കി ജെയും പിയും തമ്മിലുള്ള ഗ്യാപ്പും ടിയും ആറും തമ്മിലുള്ള ഗ്യാപ്പും സെയിം ആണ്. അപ്പോൾ നോക്കി ജെയും പിയും തമ്മിൽ ഒരു ഫ്ലോറിൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ ടിയും ആറും തമ്മിൽ ഒരു ഫ്ലോറിൻ്റെ ഗ്യാപ്പാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ടി കഴിഞ്ഞാൽ 1 കഴിഞ്ഞ് 6 ഇവിടെ ഇട്ട് നോക്കാം. 6 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ക്യൂ ഇവിടെ വരത്തില്ല, ക്യൂവിനെ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇനി നോക്കി 6ൻ്റെ അടിയിൽ എസ് ഓടിൽ വരണം. 6ൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഓട് കിടപ്പുണ്ടോ എസ്സിന് ഇടാനായിട്ട്? ഇല്ല. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, 6 അവിടെ വരത്തില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഇട്ട ആ 6 അങ്ങ് മാറ്റാം. അപ്പോൾ 6 മാറി കഴിയുമ്പോൾ നമ്മൾ ഇട്ട ക്യൂവും പോയി. ഇനി നോക്കി ഇനി ടി കഴിഞ്ഞ് 1 കഴിഞ്ഞ് 6 ഇവിടെ ഇടാം. 6 ഇവിടെ ഇട്ടാലും 6ൻ്റെ അടിയിൽ എസ് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, 6 ഇവിടെ വരത്തില്ല. 6 ഇവിടെ വരാത്തതുകൊണ്ട് ടി ഇവിടെ വരത്തില്ല, ടി വരാത്തതുകൊണ്ട് ജെ ഇവിടെ വരത്തില്ല. അപ്പോൾ ലാസ്റ്റ് ഇട്ട് ആ 3 സാധനം നമുക്ക് മാച്ചളയാം. അപ്പോൾ ജെ ഇവിടെ വരത്തില്ലെന്ന് മനസ്സിലായി. ഇനി ജെ എവിടെ ഇടുന്നത്? ഇനി അടുത്ത ഓട് പ്ലേസിൽ. അപ്പോൾ ജെ നമുക്കിനി ഇവിടെ ഇടാം. ജെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ജെയുടെ മേളിൽ ടി വരും. ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യൂ ഇനി ഇവിടെ ആയിരിക്കും വരുന്നത്. ഇനി നോക്കിയേ, ജെയും പിയും തമ്മിലുള്ള ഗ്യാപ്പ് ഒരു ഫ്ലോർ. അപ്പോൾ ടിയും 6ഉം തമ്മിലുള്ള ഗ്യാപ്പും ഒരു ഫ്ലോർ ആയിരിക്കും. ടി കഴിഞ്ഞ് 1 കഴിഞ്ഞാൽ 6 താഴെ വരത്തില്ല, ടി കഴിഞ്ഞ് 1 കഴിഞ്ഞാൽ 6 മേളിലും വരത്തില്ല. കാരണം 6 ഇവിടെ വരത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 ഒരിടത്ത് ഇടാൻ പറ്റില്ലെങ്കിൽ ടിയും നമുക്ക് ഇടാൻ പറ്റത്തില്ല, ടി ഇടാൻ പറ്റില്ലെങ്കിൽ ജെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ലാസ്റ്റ് ഇട്ട സാധനങ്ങൾ അങ്ങ് മാച്ച് കളയുക. ക്യൂ പോയി, ടി പോയി, ജെ പോയി. ഇനി ജെ ഇടാൻ അപ്പോഴെ ഒരു സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ, ഇവിടെ. ഇതെന്തായാലും ഓക്കെ ആയിരിക്കും, കാരണം വേറെ ഒരിടത്തും ജെ വന്നില്ല. അപ്പോൾ ജെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജെയുടെ മുകളിൽ ടി, ജെയും പിയും തമ്മിലുള്ള ഗ്യാപ്പ് 3 ഫ്ലോറാണ്. അപ്പോൾ ടിയും 6ഉം തമ്മിലുള്ള ഗ്യാപ്പ് 3 ഫ്ലോർ ആയിരിക്കും. അപ്പോൾ ടി കഴിഞ്ഞിട്ട് 1 2 3 ഫ്ലോർ കഴിഞ്ഞിട്ട് 6. ഓക്കെ അല്ലേ? ഇനി നോക്കി 6ൻ്റെ താഴെ ഓടിൽ എസ് ഇടണം. 6ൻ്റെ താഴെ ഓടിൽ എസ് ഇടണം. 6ൻ്റെ താഴെ എവിടെ ഇനി ഓടുള്ളത്? ഇവിടെയല്ലേ? അവിടെ നമ്മൾ എസ് ഇട്ടു. ഇനി എസിൻ്റെ താഴെയാണ് എക്സ് വരുന്നത്. എസിൻ്റെ താഴെ എക്സ് ഇട്ടു. എക്സ് കഴിഞ്ഞ് 1 കഴിഞ്ഞ് മേളിൽ യു, എക്സ് കഴിഞ്ഞ് 1 കഴിഞ്ഞ് മേളിൽ യു. ഓക്കെ അല്ലേ? ഇത്ര റെഡിയായി. ഇനി നോക്കി 6 ഇവിടെ വന്നതുകൊണ്ട് ക്യൂ ഇവിടെ വരത്തില്ല, ക്യൂ ഇനി ഇവിടെ ആയിരിക്കും. ഇനി നമുക്ക് ആരെ ഇടാനുള്ളത്? ഡബ്ല്യുവിനാണ് ഇടാനുള്ളത്. ഡബ്ല്യു എവിടെയാണ്? ഓടിലാണ്. എവിടെ ഓട്? ഡബ്ല്യു. ഓക്കെ, അങ്ങനെ ഓർഡർ പാസിൽ കംപ്ലീറ്റ് ആയി. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഹൗ മെനി പേഴ്സൺ ലീവ് ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് എസ്? ഡബ്ല്യുവിന് എസ്സിനിടയ്ക്ക് എത്ര പേരുണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. എത്ര പേരുണ്ട്? ഡബ്ല്യു ഇവിടെ, എസ് ഇവിടെ. 1 2 3 പേര്. അപ്പോൾ ഡബ്ല്യുവിന് എസ്സിനിടയ്ക്ക് 3 പേര്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എം ദ ഫോളോയിങ് ലീവ്സ് ഓൺ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ? ഏറ്റവും ടോപ്പിൽ ആരാ താമസിക്കുന്നത്? ആരാന്ന് പറയുമ്പോൾ ടി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 4 of the following favor alike in certain way based from a group. Find the one which does not belong to the group. അത് ഈ തന്നേക്കതിനകത്ത് ഒരു ബന്ധമുണ്ട്. അതിനകത്ത് ആ ബന്ധത്തിൽ ആ റിലേഷൻ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ക്യൂ എക്സ് യു ഡബ്ല്യു ടി. ക്യൂവ് എക്സ് യുവ് ഡബ്ല്യു ടി. നോക്കിയേ, ഡബ്ല്യു മാത്രം ഓഡ് നമ്പറാണ്, ബാക്കിയെല്ലാം ഈവൻ നമ്പറാണ്. അപ്പോൾ ഡബ്ല്യു ആണ് ആ ഓഡ് 1. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എം ദ ഫോളോയിങ് ലീവ്സ് ഇമ്മീഡിയറ്റ്ലി എബോ ക്യൂ? ക്യൂവിൻ്റെ തൊട്ട് മേളിൽ ആരാ കിടക്കുന്നതെന്ന്? ക്യൂവിൻ്റെ തൊട്ട് മേളിൽ ആരാ കിടക്കുന്നത്? ജെ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് യു? യുവിനെ പറ്റി പറഞ്ഞേക്കുന്നതിനകത്ത് ശരിയല്ലാത്തതാണെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, യു ലീവ്സ് ഓൺ 4th floor. യു 4ാമത്തെ ഫ്ലോറിലാണ്. അത് ശരിയാണ്. 2% ലീവ് ബിറ്റ്വീൻ യു ആൻഡ് ഡബ്ല്യു. യുവിനും ഡബ്ല്യുവിനും ഇടയ്ക്ക് 2 പേരുണ്ട്. നോക്കി, യു ഇവിടെ 2 കഴിഞ്ഞിട്ട് ഡബ്ല്യു. അപ്പോൾ അത് ശരിയാണ്. വി ലീവ്സ് ഇമ്മീഡിയറ്റ്ലി ബിലോ യു. യുവിൻ്റെ തൊട്ട് താഴെ വി ആണ്. യുവിൻ്റെ തൊട്ട് താഴെ വി ആണോ? അല്ല. അപ്പോൾ ഇതാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, വീണ്ടും പസിൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ച് നോക്കാം. 6 പേഴ്സൺ ആർ സിറ്റിംഗ് അറൗണ്ട് എ ട്രയാങ്കുലർ ടേബിൾ. ഒരു ട്രയാങ്കുലർ ടേബിളുണ്ട്, അതിൻ്റെ അകത്ത് 6 പേര് ഇരിപ്പുണ്ട്. പീപ്പിൾ ഹു ആർ സിറ്റിംഗ് അറ്റ് എ കോർണർ ആർ ഫേസിങ് ടുവാർഡ്സ് ദ ടേബിൾ. കോർണറിലുള്ളവർ അകത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. പേഴ്സൺ ഹു ആർ സിറ്റിംഗ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ടേബിൾ ആർ ഫേസിങ് ഔട്ട് സൈഡ്. ഈ നടുക്കുള്ളവർ എങ്ങോട്ടാണ്? പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. ഇനി എന്താ വന്നേക്കുന്നത്? എ സിറ്റ് അറ്റ് വൺ ഓഫ് ദ കോർണർ. എ ഒരു കോർണറിലിരിക്കുന്നത്. എം ഇസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ. എം എയുടെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ്. അപ്പോൾ എം ഒന്നുകിൽ ഇവിടെ വരും, അല്ലെങ്കിൽ അപ്പുറം ആയിരിക്കും വരുന്നത്. നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം, തെറ്റുവാണെങ്കിൽ അപ്പുറം ഇടാം. ഓക്കെ, അപ്പോൾ എം ഇട്ടു. 2% ലീവ് ബിറ്റ്വീൻ എം ആൻഡ് ബി. എമ്മിനും ബിക്കും ഇടയ്ക്ക് 2 പേര്. അപ്പോൾ എം ഇവിടെയാണെങ്കിൽ ബി ഇവിടെ. ഇവിടെ 2 പേര്, ഇവിടെ 2 പേര്, കുഴപ്പമില്ല. ഇനി എന്താ? 2% ബിറ്റ്വീൻ എം ആൻഡ് ബി. സി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി. ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് സി ഇരിക്കുന്നത്. എൻ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഒ. ഒയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് എൻ ഇരിക്കുന്നത്. ഒ കോർണറിൽ വരത്തില്ല. അപ്പോൾ നോക്കി, ഒ കോർണറിൽ വരത്തില്ലെങ്കിൽ ഓൻ ഇവിടെ ഇടാം. ഒയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ എന്നിനെ ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ എം ഇവിടെ പോസിബിലിറ്റി തെറ്റിപ്പോയി. അപ്പോൾ ബി ഇവിടെ, അപ്പോൾ നമ്മുടെ സി വരത്തില്ല, ഒ വരത്തില്ല, എം ഇവിടെ വരത്തില്ല.
എം ഇവിടെ, എം കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് ബി, ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ സി. ഇനി എന്താണ്, എൻ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഒ, ഒ കോർണറിൽ വരത്തില്ല. അപ്പോൾ ഒ കോർണറിൽ വരത്തില്ലെങ്കിൽ ഒ ഇവിടെ, ഒയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ എൻ. ഇതാണ് നമ്മുടെ പസിൽ. ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ സിറ്റ് സെക്കൻഡ് ടു റൈറ്റ് ഓഫ് ബി? ബിയുടെ സെക്കൻഡ് ടു റൈറ്റിൽ ആരായിരിക്കുന്നത്? എ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റൻ എന്താ, ഹൂ സിറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് എൻ വെൻ കൗണ്ടഡ് ഫ്രം റൈറ്റ് ഓഫ് എ? എയുടെ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എയുടെ എന്നിൻ്റെ നടുക്കാടെ ഇരിക്കുന്നതെന്ന് നോക്കി. എയുടെ റൈറ്റിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ എൻ്റെ എൻഡിൻ്റെ നടുക്കാരാ എം ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എൻ? എന്നിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരായിരിക്കുന്നത്? ആരാണ്? എൻ ഇങ്ങോട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എം ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ കൂട്ടുകാരുടെ റീസണിങ്ങിൽ 35 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസും പസിൽസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് കുറച്ച് പസിൽസിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഈ പിയോടെ ഒരു ടിപ്പിക്കൽ പിയോടെ പ്രിലിമിനറിക്ക് വരാൻ സാധ്യതയുള്ള പസിലുകൾ കുറേ എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റും ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോകാം. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം.